Dear students, ഇന്ന് നമ്മൾ MySQL ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് SQL വ്യൂസ്. ഓക്കെ, SQL വ്യൂസ് ആണ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ SQL വ്യൂസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇൻ SQL a view is a virtual table. അപ്പോൾ ഇത് ഈ ഒരു ടേം നിങ്ങൾ നോക്കണം. Virtual table based on the result set of a SQL സ്റ്റേറ്റ്മെൻറ്റ്. ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആ റെക്കോർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ സബ്സെറ്റ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു വ്യൂ എന്ന് പറയുന്നത്. വെർച്വൽ ടേബിളാണ്, അത് എക്സാക്റ്റ് ടേബിൾ അല്ല, ടേബിൾ വെർച്വൽ ആണ്. എന്താ പറഞ്ഞാൽ ഇത് ഈ ഒരു വ്യൂവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെമ്മറി സ്പേസ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് വെർച്വൽ ടേബിൾ എന്ന് പറയുന്നത്. Okay, in SQL a view is a virtual table based on the result set of an SQL statement. A view contains rows and columns just like a real table. A real table ne pole thanne adil endundi, rows um columns okke undu. The fields in a view are fields from one or more real tables in the database. Appo oru view create cheyyumba namukku venda columns ഒരു ടേബിളിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നിലധികം ടേബിൾസിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. A view may consist of columns from multiple tables using joins or just a subset of columns of a single table. ഒരു ടേബിളിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഒരു ടേബിളിൽ നിന്ന് മൊത്തം കോളംസ് ഇല്ലാതെ കുറച്ച് കോളംസ്, അതായത് സബ്സെറ്റ് ഓഫ് കോളംസ് എടുത്തിട്ടും അല്ലെങ്കിൽ ഒന്നിലധികം ടേബിൾസ് കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് കോളംസ് എടുത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ദിസ് മേക്സ് വ്യൂസ് യൂസ്ഫുൾ ഫോർ എബ്സ്ട്രാക്റ്റിംഗ് ഓർ ഹൈഡിങ് കോംപ്ലെക്സ് ക്വയറീസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വ്യൂ എന്തിന് ഹെൽപ്പ് ചെയ്യും, കോംപ്ലെക്സ് ക്വയറീസ് ഉണ്ടാക്കുന്നതിന് നമ്മളെ അതായത് അത് എഗെയിൻ നമ്മൾ ഒരു പ്രാവശ്യം വ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോംപ്ലെക്സ് ക്വയറീസ് യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം വ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ പിന്നെയും ആ സെയിം സെറ്റ് ഓഫ് കോഡ്സ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് വ്യൂവിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ വ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും കൂടി ഈ പിക്ചറൈസ് ചെയ്ത് കാണാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നോക്കാം, ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഒരു ടേബിൾ, ആ ടേബിളിൽ നിന്നാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് വ്യൂ. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ എത്ര 5 കോളംസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ 2 കോളം C and D, ഈ കോളംസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊരു വ്യൂ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ A, B എന്ന് പറഞ്ഞ കോളംസ് എടുത്തിട്ട് നമുക്ക് വേറൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കോളംസ് മാത്രം എടുത്ത് നമുക്കൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടേബിൾസ് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ടേബിൾ 1 നിന്ന് നമ്മൾ C1, C2, C3 ഈ 3 കോളംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ടേബിൾ 2 C4, C5 എന്ന് പറഞ്ഞ കോളംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ടേബിൾ 3 ഈ 3 കോളംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടേബിളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ടേബിൾ, അങ്ങനെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടേബിൾ 1 C1, C2 മാത്രം സെലക്ട് ചെയ്യാം. അതുപോലെ ടേബിൾ 2 C4 സെലക്ട് ചെയ്യാം, ടേബിൾ 3 C7, C8. അപ്പോൾ മൊത്തം വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതൊക്കെ കോളംസ് ആണോ വേണ്ടത് അത്രയും കോളംസ് വെച്ചിട്ടാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യൂസിൻ്റെ അഡ്വാൻറ്റേജ്: റെസ്ട്രിക്റ്റിംഗ് ഡേറ്റ ആക്സസ്. അപ്പോൾ റെസ്ട്രിക്റ്റിംഗ് ഡേറ്റ ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളെ ഒരു ടേബിളിൽ ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം യൂസർ നെയിം, പാസ്വേഡ് ഇങ്ങനത്തെ ഫീൽഡുകളൊക്കെ ഉണ്ടാവും അല്ലേ. യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ ഒരു എംപ്ലോയി ടേബിൾ ആകുമ്പോൾ ആ എംപ്ലോയിക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം, പാസ്വേഡ് ഉണ്ടാവും. പിന്നെ എംപ്ലോയിൻ്റെ നെയിം, ID, ദെൻ ഡെസിഗ്നേഷൻ, സാലറി, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡേറ്റ് ഓഫ് ജോയിൻ, അങ്ങനെ കുറേ ഫീൽഡ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഇതിൽ തന്നെ ഈ ഒരു ഫേമിലുള്ള മാനേജർ പൊസിഷൻ, അതായത് ഈ ഒരു എംപ്ലോയിൻ്റെ എന്താ പറയുക, ഹെഡിന് നമുക്ക് എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ, അയാളെ യൂസർ നെയിം, പാസ്വേഡ് ഒന്നും ഈ ഒരു ഹെഡിന്, ഓഫീസർ അല്ലെങ്കിൽ മാനേജർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം കൊടുത്താൽ മതി, ഈ എംപ്ലോയി ID, ദെൻ നെയിം, ഡെസിഗ്നേഷൻ, സാലറി വേണമെങ്കിൽ സാലറിയും കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫീൽഡുകൾ മാത്രം ആ ഹെഡിന് കൊടുത്താൽ മതി.
അല്ലാതെ ഇയാളെ യൂസർ നെയിമും പാസ്വേഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ കോളംസ് ആണോ അയാൾക്ക് അലൗഡ് ആയിട്ടുള്ളത് ആ കോളംസ് മാത്രം ഒരു വ്യൂ ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ടേബിളിന് സെക്യൂരിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു ടേബിൾ അങ്ങനെ തന്നെ കൊടുക്കുകയാണ്, അതിലുള്ള എല്ലാ ഡാറ്റയും ഒരാൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മൊത്തം ഡാറ്റാസും കാണാൻ പറ്റുന്നത് അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമായിരിക്കും. ബാക്കിയുള്ള ബാക്കി യൂസേഴ്സിന് നമ്മളൊരു റെസ്ട്രിക്റ്റഡ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് മാത്രമേ കൊടുക്കൂ. ഇനി ഹൈഡിങ് ഡാറ്റ കോംപ്ലക്സിറ്റി. A view can hide the complexity that exists in a multiple table join. അപ്പോൾ നമുക്ക് കുറേ ടേബിൾസ്, അപ്പോൾ വ്യൂ ഇപ്പം നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഈ ഇതിൽ ഇപ്പോൾ ഒരു യൂസർക്ക് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. യൂസർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയും ടേബിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തതെന്നൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. അയാൾക്ക് ജസ്റ്റ് ഇത് ഒരു ഈ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് വേണ്ട കോളംസും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസർക്ക് അറിയേണ്ട കാര്യം വരുന്നില്ല അവിടെ. ഇനി സിംപ്ലിഫൈ കമാൻഡ്സ് ഫോർ ദി യൂസർ. Views allows the user to select information from multiple tables without requiring the users to actually know how to perform join. അപ്പോൾ ജോയിൻസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരറിയേണ്ടി വരുന്നില്ല, ഈ വ്യൂ യൂസ് ചെയ്യുന്ന യൂസർ അത് അറിയേണ്ട കാര്യം വരുന്നില്ല. ഇനി സ്റ്റോർ കോംപ്ലെക്സ് ക്വയറീസ്. വ്യൂസ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ കോംപ്ലെക്സ് ക്വയറീസ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അത്രയും, ഇപ്പോൾ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സെറ്റ് ഓഫ് ലൈൻസ് എഴുതേണ്ടി വരും. അതായത് കുറേ ടേബിൾസ് ജോയിൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ നമുക്ക് ജസ്റ്റ് ഈ വ്യൂ നെയിം മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഇത്രയും സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പിന്നെയും എഴുതേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോർ കോംപ്ലെക്സ് ക്വയറീസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്താൽ വി ക്യാൻ റീയൂസ് ഇറ്റ്. ഇനി റീനെയിം കോളംസ്. Views can also be used to rename columns without affecting the base tables, provided the number of columns in view must match the number of columns specified in the select statement. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യൂവിൽ എന്ത് ചെയ്യാം, റീനെയിം ചെയ്യാം. കോളംസ് ഒക്കെ നമ്മുടെ ബേസ് ടേബിളിലുള്ള ആ സെയിം നെയിം കൊടുക്കണം എന്നില്ല. വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കോളംസ്, അതായത് വേറെ നെയിമിൽ സെയിം കോളംസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ വ്യൂ ഫെസിലിറ്റി. Different views can be created on the same table for different users. പല യൂസേഴ്സും ഇപ്പം ഒരു ഡാറ്റാബേസിൽ കുറേ ടേബിൾസ് ഉണ്ടാവും. ആ ടേബിൾസിൽ നിന്ന് ഒരു യൂസർക്ക് സെറ്റ് ഓഫ് കോളംസ് ആയിരിക്കും വേണ്ടി വരിക, മറ്റൊരു യൂസർക്ക് അയാൾക്ക് വേറെ സെറ്റ് ഓഫ് കോളംസ് ആയിരിക്കും വേണ്ടി വരിക. രണ്ടാൾക്കും സെയിം തന്നെ വേണ്ടി വരാം. ഇനി സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കോളംസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഓരോ യൂസറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വ്യൂ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ വ്യൂ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സെറ്റ് ഓഫ്, ഇപ്പോൾ 3 കോളംസ് ആണ് നിങ്ങൾ, 3 ടേബിൾസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ 3 ടേബിൾസ് നിങ്ങൾക്ക് പല ടൈപ്പിൽ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക, എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് നോക്കാം. ക്രിയേറ്റ് വ്യൂ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, ക്രിയേറ്റ് വ്യൂ. ക്രിയേറ്റ് ടേബിളൊക്കെ എഴുതിയ പോലെ തന്നെ ക്രിയേറ്റ് വ്യൂ. പിന്നെ വ്യൂ നെയിം, വ്യൂവിന് നെയിം കൊടുക്കുക. എന്താണോ നിങ്ങൾ നെയിം കൊടുക്കാൻ വിചാരിച്ചാൽ ആ നെയിം കൊടുക്കുക. ആസ് സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ക്രിയേറ്റ് വ്യൂ കൊടുക്കും, പിന്നെ വ്യൂക്ക് ഒരു നെയിം കൊടുക്കും, പിന്നെ ആസ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റ്. ഈ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഒരു സെറ്റ് ഓഫ് കോളംസ് ആയിരിക്കും, സെറ്റ് ഓഫ് റോസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റോസ് വ്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന റോസ് വെച്ചിട്ടാണ് ഈ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ 2 ടേബിൾസ് നമുക്ക് നോക്കാം. സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ് മാർക്സ്, ഇങ്ങനെ 2 ടേബിളാണുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻറ് ഡീറ്റെയിൽസും സ്റ്റുഡൻറ് മാർക്സും 2 ടേബിളാണ്. ഇനി ഈ 2 ടേബിളിനും നമുക്ക് എന്ത് ചെയ്യാം, വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിന് ഫസ്റ്റ് സിംഗിൾ ടേബിളിന് എങ്ങനെ നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. അപ്പോൾ ഇൻ ദിസ് എക്സാമ്പിൾ വി വിൽ ക്രിയേറ്റ് എ വ്യൂ നെയിംഡ് ഡീറ്റെയിൽസ് വ്യൂ. അപ്പോൾ നമ്മളെ വ്യൂവിൻ്റെ പേരെന്താ, ഡീറ്റെയിൽസ് വ്യൂ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്താ, ക്രിയേറ്റ് വ്യൂ ഡീറ്റെയിൽസ് വ്യൂ. ഡീറ്റെയിൽസ് വ്യൂ എന്നാണ് വ്യൂവിൻ്റെ പേര്. ആസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്,
സെലക്ട് നെയിം അഡ്രസ്, നെയിമും അഡ്രസ്സും ഫ്രം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് വേർ SID ലെസ് ദാൻ 5. SID ലെസ് ദാൻ 5 ഉള്ള സ്റ്റുഡൻസിൻ്റെ എന്ത് മാത്രം എടുക്കുന്നുള്ളൂ? നെയിമും അഡ്രസ്സും. ഈ ഒരു കോളത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? SID, നെയിം, അഡ്രസ്സ്, ഇങ്ങനെ 3 കോളംസ് ഉണ്ട്. ബട്ട് വി ആർ സെലക്ടിങ് ഓൺലി 2, ദാറ്റ് ഈസ് നെയിം ആൻഡ് അഡ്രസ് ഫ്രം ദിസ് സ്റ്റുഡൻറ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് വ്യൂവിൽ നമ്മൾ നെയിമും അഡ്രസ്സും കോളംസ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് വൺ മോർ കണ്ടീഷൻ ഇസ് ദർ വേർ SID ഇസ് ലെസ് ദാൻ 5. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിംഗിൾ ടേബിളിൽ നിന്ന് വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? സെക്കൻഡ്, അതായത് ക്രിയേറ്റിംഗ് ടേബിൾ വ്യൂ ഫ്രം മൾട്ടിപ്പിൾ ടേബിൾസ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിളിൽ നിന്നാണ്, നമുക്ക് 2 ടേബിൾ ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഡീറ്റെയിൽസും സ്റ്റുഡൻറ് മാർക്സ് എന്ന് പറഞ്ഞ 2 ടേബിൾ. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്? ക്രിയേറ്റ് വ്യൂ, മാർക്സ് വ്യൂ. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞ ഒരു വ്യൂ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് നെക്സ്റ്റ് നമ്മൾ 2 ടേബിളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുകയാണ്, അത് മാർക്സ് വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഡോട്ട് നെയിം. സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് നെയിം എന്ന് പറഞ്ഞ ഫീൽഡ്, അതുപോലെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഫീൽഡ്, അതുപോലെ സ്റ്റുഡൻറ് മാർക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് മാർക്സ് എന്ന് പറഞ്ഞ കോളം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കോളംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 2 കോളം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും, ലാസ്റ്റ് കോളം അതായത് തേർഡ് കോളം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് മാർക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കണ്ടീഷൻ ഫ്രം ഏത് ടേബിളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും സ്റ്റുഡൻറ് മാർക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും. കണ്ടീഷൻ എന്താ സ്പെസിഫൈ ചെയ്യുന്നത്? വേർ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഡോട്ട് SID ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ് മാർക്സ് ഡോട്ട് ID. ഓക്കെ, സ്റ്റുഡൻറ് ഡോട്ട് ഈ 2 ടേബിളിലും കോമൺ ആയിട്ട് നമുക്ക് ഏതുണ്ട്? സ്റ്റുഡൻറ് ID എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ് ഡീറ്റെയിൽസിൽ SID ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ് മാർക്സ് ഡോട്ട് ID. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ വ്യൂ, അതായത് മാർക്സ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റുഡൻറ് ഡീറ്റെയിൽസിൽ നമുക്ക് ഇത്രയും റോസ് ഉണ്ട്. ഓക്കെ, 5 റോസ് ആണ് നമുക്കുള്ളത് ഈ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ. അതുപോലെ സെലക്ട് സ്റ്റാർ ഫ്രം മാർക്സ്, സ്റ്റുഡൻറ് മാർക്സ്. ഓക്കെ, ഈ ടേബിളിൽ നമുക്ക് അഗെയിൻ ഇത്രയും കോളംസ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ 2 ടേബിളിലും നമുക്ക് വാല്യൂസ് ആയി. ഇനി നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കോഡ് നമുക്കറിയാം, എന്താണ്? ക്രിയേറ്റ് വ്യൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സിംഗിൾ ടേബിളിൽ നിന്ന് എങ്ങനെ വ്യൂ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സിംഗിൾ ടേബിളിൽ നിന്ന് വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പം ഓക്കെ, ഞാൻ വ്യൂ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് വ്യൂ ഡീറ്റെയിൽസ് വ്യൂ ആസ് സെലക്ട് നെയിം അഡ്രസ് ഫ്രം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് വേർ SID ലെസ് ദാൻ 5. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്, വ്യൂ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വ്യൂവിലുള്ള റോസ് കാണാം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം വ്യൂവിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ ടേബിളിൻ്റെ പേര് കൊടുക്കുന്നതിന് പകരം വ്യൂവിൻ്റെ പേര് കൊടുക്കുക. ഡീറ്റെയിൽസ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം? നമ്മൾ ഡീറ്റെയിൽസ് വ്യൂവിൽ എന്തൊക്കെയുള്ളത്? നെയിമും അഡ്രസ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 4 റോസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5 റോസ് ആയിരുന്നു ഇവിടെ. നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് 5th റോ നമുക്ക് കാണാൻ പറ്റാത്തത്. അതായത് ഇത് SID ലെസ് ദാൻ 5 ഉള്ളത് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വ്യൂ, അതായത് 2 ടേബിളിൽ നിന്ന് വ്യൂസ് 2 ടേബിളിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള കോഡാണ് ഇത്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ 2 ടേബിളിൽ നിന്നായിട്ടാണ് ഇവിടെ ഡീറ്റെയിൽസ് എടുത്തത്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. നമുക്ക് അതുപോലെ സെലക്ട് എന്ത് കൊടുക്കാം? സെലക്ട് സ്റ്റാർ ഫ്രം മാർക്ക് വ്യൂ. സെലക്ട് സ്റ്റാർ ഫ്രം മാർക്സ് വ്യൂ.
ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള, ഇപ്പം നമ്മൾ വ്യൂ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇനി ഇൻസേർട്ടിങ് എ റോ ഇൻ ടു എ വ്യൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് റോസ് ഇൻസേർട്ട് ചെയ്യണം, വ്യൂവിലേക്ക് റോസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് വരാൻ നോക്കാം. ഇൻസേർട്ട് ഇൻ ടു വ്യൂ, അത് നമ്മൾ സാധാരണ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം കൊടുക്കും പോലെ ഇൻസേർട്ട് ഇൻ ടു വ്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് കോളംസ് സ്പെസിഫൈ ചെയ്യാം, ഏതൊക്കെ കോളംസിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കോളംസ് സ്പെസിഫൈ ചെയ്യാം. പിന്നെ വാല്യൂസ്, വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3. ഓക്കെ, ഇനി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ ഏതിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിലേക്ക് നമുക്ക് വ്യൂസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു ഡീറ്റെയിൽസ് വ്യൂ. ഈ വ്യൂവിൽ നമുക്ക് 2 കോളംസേ ഉള്ളൂ, അതായത് നെയിമും അഡ്രസ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെയിമും അഡ്രസ്സും മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്വറി ഓക്കെ ആയി. ഇനി നമുക്കത് ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് നമുക്ക് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ കൊടുക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ്, സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്ത ആ റോസ് നമുക്ക് കാണുന്നില്ല. അതിൻ്റെ റീസൺ പറയാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് ഇത് കാണാത്തത് എന്നുള്ളത്? നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ്, വേർ SID <5. ആ ഒരു കണ്ടീഷൻ കൊടുത്തത് കൊണ്ടാണ് നമുക്കിവിടെ വ്യൂ ഇതിൽ കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചേഞ്ച്, ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു വ്യൂ നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് ആ വ്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഡ്രോപ്പ് വ്യൂ വ്യൂ നെയിം കൊടുക്കുക. ഡീറ്റെയിൽസ് വ്യൂ ആയിരുന്നു. ഡ്രോപ്പ് വ്യൂ ഡീറ്റെയിൽസ് വ്യൂ. അപ്പം അത് ഡ്രോപ്പായി. ഇനി അങ്ങനെ ഒരു ടേബിൾ അവിടെ ഇല്ല. ഇവിടെ ആ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ കണ്ടീഷൻ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ <5 എന്നുള്ളത് ഞാൻ ഫ്രം ഡീറ്റെയിൽസ് അത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മൊത്തത്തിൽ ഇത് വരും. ഇനി നമുക്കൊന്ന് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ. അപ്പോൾ നമ്മളിപ്പം നേരത്തെ ഇൻസേർട്ട് ചെയ്ത ആ റെക്കോർഡും കൂടെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വ്യൂവിലേക്ക് ഡാറ്റ ഇൻസേർട്ടായി. അപ്പോൾ നമ്മൾ പാരൻറ്റ് ടേബിളിൽ, നമുക്കൊരു പാരൻറ്റ് ടേബിളിൽ നിന്നാണ് നമ്മൾ ഈ വ്യൂ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ പാരൻറ്റ് ടേബിളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അതെന്തായിരുന്നു? പാരൻറ്റ് ടേബിൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മളെ പാരൻറ്റ്. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്തത്. അപ്പം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിലേക്കും കൂടെ ആ ഒരു റോ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ SID അവിടെ കൊടുത്തില്ല, അതുകൊണ്ട് അവിടെ നൾ വാല്യൂ ആണ് വന്നത്. പക്ഷേ ബാക്കി ഈ ലാസ്റ്റ് റെക്കോർഡ് നമ്മൾ വ്യൂവിലൂടെ ഇൻസേർട്ട് ചെയ്തതാണ്. അത് അവിടെ നമുക്ക് പാരൻറ്റ് ടേബിളിലും അത് ആ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നമ്മളിപ്പോൾ രണ്ടാമതൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ മാർക്ക് വ്യൂ 2 ടേബിളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഒരു വ്യൂവിൽ നിന്ന് റോസ് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം മാർക്സ് വ്യൂ. ഓക്കെ,
ഇത്രയും ഡീറ്റെയിൽസ് നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാർക്സ് വ്യൂവിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. ഓക്കെ, ഇനി ഇപ്പോൾ 6 റോസ് അവിടെ വരാത്തതിന് കാരണം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രമേ റിട്ടേൺ ചെയ്തുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് ഇതിപ്പം ഈ ഒരു വ്യൂവിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വ്യത്യാസം നോക്കാം. ഇൻസേർട്ട് ഇൻടു മാർക്സ് വ്യൂ. വാല്യൂസ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, cannot insert into join view my database dot marks view without field list. അപ്പോൾ നമ്മൾ ഫീൽഡ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യാതെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫീൽഡ് ലിസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഫീൽഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നെയിം ഉണ്ട്. ഈ ലിസ്റ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫീൽഡ് ലിസ്റ്റ്, നെയിം, അഡ്രസ് ആൻഡ് മാർക്സ്, ഈ 3 ഫീൽഡുകൾ. അതാണ് അതിലേക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ 3 ഫീൽഡിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. എന്നിട്ടൊന്ന് നോക്കാം. അഗെയിൻ നമുക്കൊരു എററാണ് വന്നത്. cannot modify more than one base table through a join view my database. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തത് 2 ടേബിളിനും കൂടെ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇതൊന്നും ഈ ഒരു വ്യൂവിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വ്യൂവിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് അപ്ഡേറ്റ് നോക്കാം. അപ്ഡേറ്റ് നമുക്ക് ഫസ്റ്റ് വ്യൂവിൽ നോക്കാം, ഡീറ്റെയിൽസ് വ്യൂ. ഓക്കെ, ഡീറ്റെയിൽസ് വ്യൂ ഒന്നും കൂടെ സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ഒരു അഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്ഡേറ്റ് വ്യൂ നെയിം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് വ്യൂ ഈക്വൽ ടു ഗോവ, വേർ നെയിം ഈസ് ഈക്വൽ ടു വേണു. ഇതാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ക്വറി ഓക്കെ ആണ്. ഇനി ഒന്നും കൂടെ സെലക്ട് നോക്കാം നമുക്ക്. ഇവിടെ ഈ ഒരു ടേബിൾ, ഈ ഒരു വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ കാലിക്കറ്റ് ഉള്ളത് ഗോവ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പാരന്റ് ടേബിളിൽ പോയി നോക്കാം. പാരന്റ് ടേബിൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെയും എന്തായിട്ടുണ്ട്, ആ ഒരു പ്ലേസ് ചേഞ്ച് ആയി, അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് നമുക്ക് വ്യൂവിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷനാണ്, വ്യൂ ഷുഡ് ബി ക്രിയേറ്റഡ് ഫ്രം എ സിംഗിൾ ടേബിൾ. ഓക്കെ, ഇനി നമുക്ക് ഡിലീറ്റ് ക്വറി നോക്കാം. ഡിലീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിലീറ്റ് ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്യും പോലെ ഡിലീറ്റ് ഫ്രം ആ വ്യൂ നെയിം കൊടുക്കുക, വേർ കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ഫ്രം ഡീറ്റെയിൽസ് വ്യൂ വേർ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് വ്യൂവിൽ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു റോ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാരന്റ് ടേബിളിൽ പോയി നോക്കുകയാണെങ്കിലും സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഈ ഒരു റോ ഡിലീറ്റ് ചെയ്തതായി കാണാം. ഓക്കെ, ഇനി നമുക്കൊരു വ്യൂ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യൂ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റിംഗ് വ്യൂസ്, അതിന് നമ്മൾ ഡ്രോപ്പ് വ്യൂ നെയിം എന്നാണ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഡ്രോപ്പ് വ്യൂ മാർക്സ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു.
നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ ഡിലീറ്റ് ആയി. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം മാർക്സ് വ്യൂ കൊടുത്താൽ അങ്ങനെ ഒരു വ്യൂ ഇല്ല എന്നാണ് മെസ്സേജ് വരിക. ഓക്കെ, ഡാറ്റാബേസിൽ അങ്ങനെ ഒരു വ്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഡിലീറ്റഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ എന്താണെന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ അപ്ഡേഷനും ഡിലീഷനും അതുപോലെ ഇൻസേർട്ട് ഈ ഓപ്പറേഷൻസ് DML ഓപ്പറേഷൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.